അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞായറാഴ്ചയൊക്കെ ഒരുപാട് പണികളുണ്ടാകും, തട്ടിക്കൊട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ചോറുണ്ട്, ഇവരെ കല്യാണത്തിനും പോകുന്നുണ്ട്. അപ്പം എന്നാൽ വേഗം ഒരു മോര് കാച്ചും ചെയ്യുക. പിന്നെ ഇതായില്ലേ ചീര, ഇത് വെച്ചിട്ട് ഒരു തോരനും കൂടെ ഉണ്ടാക്കാം കേട്ടോ. ചെറിയ വിശേഷമാണ് എല്ലാവർക്കും സ്വാഗതം. മോര് കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളിയും തേങ്ങയും കൊടുത്ത് നല്ലപോലെ നരച്ചെടുക്കട്ടെ കേട്ടോ. കുറച്ച് ജീരകം കൂടെ കൂട്ടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ കടവും കൂടെ പൊക്കട്ടെ. എണ്ണ കുറഞ്ഞിട്ടുണ്ടാവില്ല, അതിൻ്റെ മുന്നേ ഇട്ടു. ഉലുവയും കൂടെ ഇടാം കേട്ടോ. കുറച്ച് ഉലുവയും കൂടെ തന്നു. ഓക്കെ ഉണ്ട്. ഉണക്കമുളക് കുറച്ച് ചെറിയുള്ളിയും കൂടി കേട്ടോ. ഇപ്പം ചിലവില്ലാത്ത കറിയൊക്കെ മൂത്തിട്ട് കേട്ടോ. തീ ഒന്ന് കമ്മിയാക്കിയിട്ടേ നമുക്ക് ഈ മോരൊഴിക്കാം. അതുപോലെ തന്നെ തേങ്ങയല്ലേ, അതും കൂടെ നനച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇടുക കേട്ടോ. കാന്താരി മുളകിൻ്റെ എരിവൊക്കെ നല്ല ഉണ്ടാവും. മഞ്ഞൾപ്പൊടി കുറച്ചിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇങ്ങനെ കൈയോട് ഇട്ടാലും കേട്ടോ അത് അതിൻ്റെ ഒരു അളവ് അറിയുക. സ്പൂൺ കൊണ്ടൊന്നും ഇട്ടാൽ എനിക്കത് അറിയില്ല. കൈയോട് ഇട്ടാൽ മാത്രമേ എനിക്ക് അറിയൂ. ഇതേ തിളക്കൊന്നും വേണ്ട കേട്ടോ. ഒരൊറ്റ ഒന്നും കൂടെ ചൂടായാൽ മതി. അപ്പോഴേ നമുക്കത് വാങ്ങി വയ്ക്കാം കേട്ടോ. അയ്യോ, ചീര ഉപ്പേരി തോരൻ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അത് വാടിയൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കും കറി തള വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഇത് ഓഫാക്കാം കേട്ടോ. നമ്മളെ കറി മോര് കാച്ചിയതോടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ചട്ടിയെടുത്ത് വയ്ക്കാം കേട്ടോ. മോര് കാച്ചിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അതിടാൻ മറന്നതാണ്. ഇത് മണത്തിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില നമുക്ക് ഏലാതിരിക്കാം കേട്ടോ. ഉപ്പിടാം. ഒന്ന് വേവാൻ ശേഷം വെള്ളം ഒഴിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കും. ഇവിടെ നമ്മൾ ആരും ഇതൊന്നും വെക്കുന്ന കറികൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നിലമ്പൂർ എൻ്റെ വീട്ടിലൊക്കെ തന്നെ വെക്കുന്നു. അവിടെയൊക്കെ പ്രസവ ചീര എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ ചീര എന്ന് പറയും. വാടുമ്പോഴേക്കും കുറച്ചേ ഉള്ളൂ. ഉണ്ടാവും. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മതി.
നമുക്കിതേ തേങ്ങ ചതച്ചിട്ടൊക്കെ വെക്കിയതാട്ടോ. നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം കേട്ടോ. ഒന്നുകൂടെ അടച്ചു വെക്കാം. കറി ഇത് കഴിഞ്ഞു. ഇപ്പം നമുക്കേ ഇതൊക്കെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ്. മുട്ടുണ്ട്, കോഴിമുട്ട ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. നാടൻ കോഴികളെ ഓരോന്നിനെങ്കിലും വളർത്തിയാൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ സംഭവം റെഡിയായി. നമ്മളെ തോരനൂടെ ആയിട്ട് മുളകിൻ്റെ നല്ല എരിവ് വരുന്നുണ്ട്, മണം. നമുക്ക് മുട്ടയുടെ ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. നമുക്കേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കട്ടോ. കുട്ടികൾക്കുള്ളത് കുട്ടികളാക്കണ്ട. നാടൻ മുട്ട നമുക്ക് ചെറുതായിരിക്കും, അതിന് കറന്നും ഉണ്ടാവില്ല. കൂടുതൽ വേറെയുള്ളതല്ലേ, ഷേപ്പൊന്നും വരുന്നില്ല. ചെന്നാക്കിട്ട് നമ്മൾ മറ്റേ മുട്ടേൻ്റെ പോലെ ഈ നാടൻ മുട്ടയ്ക്ക് ഉണ്ട് നല്ല മഞ്ഞ കളറാട്ടോ. മറ്റൊരു വെള്ള കളറൊക്കെ അല്ലേ വരിക, ലൈറ്റ് മഞ്ഞൊക്കെ. അപ്പം നമ്മുടെ മുട്ട ഇതായിട്ടുണ്ട്. ഇവിടെ മോര് കാഴ്ചയതുകൊണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, അടുത്ത പരിപാടി പണികൾ തീരില്ല. ഞായറാഴ്ച ദിവസം വെച്ചാൽ നല്ല പണിയായിരിക്കും കേട്ടോ. ഉള്ളത്തെ പണികൾ കുറച്ച് കഴിഞ്ഞു. അതിന് വിശക്കിനെങ്കിലും ഉണ്ടാക്കേണ്ട വെച്ചിട്ട്